വിളിക്കുന്നുണ്ട്. ഹലോ, ആ ചേട്ടാ, ആ ലൊക്കേഷൻ അയച്ചു തന്നില്ലേ? ആ അവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ. ആ നേരെ വന്നാൽ ആ ശരി ഓക്കെ. അല്ല, എന്തിനാണ് ഈ 1.5 കിലോമീറ്റർ ഓടി പെട്രോൾ കളഞ്ഞ് ഇവിടെ വന്നിട്ട് വണ്ടി കൊടുക്കുന്നത്? വീട്ടിൽ വെച്ചാൽ കൊടുത്താൽ പോരായിരുന്നു? എന്നിട്ട് വേണം ഇത് കൊണ്ടുപോകുന്നവൻ രാവിലെ വന്ന് എന്നെ വീട്ടിയിട്ട് ഇടിക്കാൻ. ഒന്ന് പോയടാ. അല്ല ഇതിനെ എന്തിനാ ഈ കാർപ്പ കൊടുക്കുന്നത്? ഇതിന് സ്റ്റീരിയോയിലൊക്കെ പാട്ടൊക്കെ എന്ത് രസമാണെന്നറിയോ? ഓ, പണ്ട് 4 വീല് കൊള്ളാതെന്ന് പറഞ്ഞ എന്നെ കൊണ്ടൊരു വണ്ടി അടിപ്പിച്ചായിരുന്നു. അത് ആക്രക്കാ ഞാൻ തൂക്കി വിറ്റത്, അറിയാതെ നിനക്ക്? പോട്ടെ, ഇതെടുക്കാൻ പോയപ്പോ നീ എന്നാ പറഞ്ഞേ? എഞ്ചിൻ സൗണ്ടൊക്കെ എന്ത് സൂപ്പറാ. ആ സൂപ്പറായി. ഇതിപ്പോ പുകയാ വരുന്നത്, പുക. അവനെ വണ്ടി ആയാലും പിന്നെ പുകയൊക്കെ വരത്തില്ലേ? എടാ, വെള്ളപ്പുകയാടാ വരുന്നത്. എഞ്ചിൻ പണി ആർക്കെങ്കിലും കൊടുത്ത് തലേന്നത് ഒഴിവാക്കണം. ഓരോ വള്ളിയും കൊണ്ട് വരും. നമ്മൾ ഈ പുതിയ വണ്ടി എടുക്കാൻ പോകണമെന്നൊരു തോന്നല അവന്മാർക്ക് വരായിരുന്നു. അതിന് നമ്മള് പുതിയ വണ്ടി അല്ലല്ലോ എടുക്കുന്നത്. അല്ല, ഞാൻ പുതിയ അങ്ങനെ. പിന്നെ യവന്മാരൊക്കെ ഈ വണ്ടി വിൽക്കുന്നവരെ മൊത്തം ഉടായ്പാണ്. കാര്യം ഈ കിലോമീറ്റർ നിന്റെ കൂടെ വരുന്നാരാ? ഞാനല്ലേ, നമ്മള് സെറ്റാക്കത്തില്ല. ഇതൊക്കെ എത്ര കണ്ടേക്കുന്നത്? ഇതിന്റെ ടയറിന്റെ അടിയിൽ തൊട്ട് മേളി വരെയുള്ള മൊത്തം നോക്കണം. അതേ വണ്ടിക്ക് എഞ്ചിൻ ഉണ്ടോന്ന് നോക്കിക്കളാ, എന്നിട്ടല്ലേ ബാക്കി. ആള് വരുന്നുണ്ട്. കൊളവാക്കരുത്. ആ, എനിക്ക് നിന്നെ ഉള്ള പേടി. ബ്രോ, വണ്ടി നോക്കട്ടാ. ഇതാ വണ്ടി. വണ്ടി പോയി നോക്കൂ. ഇവിടുന്ന് നോക്കി തുടങ്ങാം. എടാ, ചെറുക്കൻ അരിച്ചു പറക്കി നോക്കുന്നുണ്ടോ? ഞാൻ കയറി മറന്നിക്കണോ? ടയറൊക്കെ നല്ലതാട്ടോ. എന്തുടങ്ങി നോക്കുന്നത്? കൊളവാക്കൂ. അറിയത്തില്ലടിയാ, എന്താ വിലക്ക് കൊടുക്കും? ഒന്ന് കിട്ടാനെ കൊടുത്തു. ആ മാറി, നീ എന്നെ കൊണ്ട് 2 രൂപ ഘടിപ്പിച്ച വണ്ടിയാ. 1.5 ഇട്ടാ ഞാൻ കൊടുക്കൂല. 1.5 നോക്കൂ, നല്ലതാ. അത് പിടിച്ചോ. ഡോറൊക്കെ പൊഴിച്ചെടുക്കൂടാ അവൻ. എന്തോന്നടാ അവൻ. നല്ല വണ്ടിയാ കേട്ടോ. എന്താ കംപ്ലൈന്റ് ആണോ? പുറമൊക്കെ സെറ്റാ, വണ്ടി ഓക്കെ. അത് ഞാൻ പോണറ്റൊന്നും കൂടി. എന്താ വണ്ടിക്ക് എഞ്ചിൻ ഉണ്ടോന്ന് അറിയണ്ടേ? ബ്രില്യന്റ്. പക്ഷെ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുമ്പോ ഇതെല്ലാം അറിയില്ലേ? വണ്ടിക്ക് ആദ്യം എഞ്ചിൻ ഉണ്ടോന്ന് അറിയണ്ടേ, എന്നിട്ടല്ലേ വണ്ടി ഓടിക്കുന്നേ. എന്റെ ഭാഗ്യം. പക്ഷെ എന്റെ ഒരു ആഗ്രഹത്തിന് എങ്കിൽ നിന്റെ ആഗ്രഹം പോലെ. താക്കോൽ ഒന്ന് ഓടിച്ചു നോക്കാൻ. എന്തിനാണ് ബ്രോ? വണ്ടിയിൽ എണ്ണയില്ല, പോകുന്ന വഴിക്ക് എണ്ണ അടിച്ച് ഓട്ടിക്കല്ലോ. വണ്ടി എണ്ണയില്ലടാ, വണ്ടി നമുക്ക് പോകുന്ന അറ്റ്ലീസ്റ്റ് ആ പാട്ട് കേൾക്കാൻ താക്കോലെങ്കിലും ഒന്ന് തരണം. ഓ, പാട്ടാണല്ലോ മെയിൻ. വണ്ടി വെയിറ്റ്, പാട്ട് കേട്ടു നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഉറപ്പിക്കാവോ? ഉറപ്പിക്കാം. കൂളിടാനുള്ള പറ, പാട്ട് കേൾക്കാൻ സാധനം. ഇത് വേണ്ട, അത് അമ്മരടിക്കും. എന്തൊരു അപരാധമാണോ അവന്മാര്. നടക്കൂ. നടന്നില്ലേ, പോട്ടാ. നമുക്ക് പാട്ടൊക്കെ ഇട്ട് കറങ്ങണ്ടേ? എന്റെ ദൈവമേ, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലടാ. എടാ, എന്തിനാ പാട്ട് കേൾക്കാൻ വണ്ടി? ഒരു ഹോം തിയേറ്റർ മേടിച്ചാ പോരെ? വണ്ടി എത്രയാ ചോദിച്ചേ? 2.5 ഇട്ടേക്കണം. 3 വകയുണ്ട്. 2 ഞാൻ സെറ്റ് ആക്കും, മേടിക്കണ്ട. അപ്പൊ ലാഭമാണ്. ലാഭമാണോ? നീ പാട്ട് മതി സെറ്റ്. നമുക്ക് പോയി സംസാരിക്കാം. കൂടാ, അല്ലെങ്കിൽ നീ അതും കൂടി ചേർത്തൊക്കെ വില പറ, ചെലപ്പോ തന്നാലാ. ബ്രോ, നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. നമുക്ക് കറങ്ങാൻ നിനക്ക് വേണ്ടി ഞാൻ ഒരു വണ്ടി നോക്കുന്നു. ദൈവമേ, ഇതിനൊരു അവസാനം ഇല്ലേ? ഞാനപ്പോ സംസാരിക്കാം. ഓക്കെ ബ്രോ, ലാസ്റ്റ് എത്രയാണ് കൊടുക്കും? ഞങ്ങൾക്കൊരു 1.2 ലക്ഷം രൂപ പൈസ തരില്ല. അങ്ങനെയാണ് ഞങ്ങക്ക് വേണ്ട. അതിൽ കൂടുതലാണെങ്കിൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. നമ്മക്ക് പെരുത്ത് നഷ്ടമാണ് ഭായി. എന്നിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതാണ്. എന്നാലും നിങ്ങൾ ഇത്രയും ദൂരം വന്ന സ്ഥിതിക്ക് തരാം. പിന്നെ ആ വണ്ടി ഇരിക്കുന്ന പെൺഡ്രൈവ് കൊടുക്കൂ. തരത്തില്ല. ഒരു 500 കൂടി കിട്ടിയാ തരാം. 2 കൊടുക്കും, നമുക്ക് 500. 500 തരാം. 500 എനിക്ക് എടുത്തോണ്ട് പോക്കോ. അപ്പൊ പൈസ ഉണ്ട്? പൈസ ക്യാഷ് വണ്ടി നീരെങ്ങോട്ടല്ലേ, അവിടെ പോയി കയറി. ഞാനല്ലേ വണ്ടി ഓട്ടി. അടുത്ത വണ്ടി എടുക്കാനുള്ള പൈസയായി. ഒരു തരത്തിലും സമ്മതിക്കലൂടെ. അങ്ങനെ നീ ഉള്ളത് എന്റെ ഭാഗ്യം. ഇത്രയും ലാഭത്തിന് വണ്ടി എടുക്കാൻ പറ്റിയില്ലേ? ടാറ്റയൊക്കെ കാണിച്ചാളെ പോകുന്നു. മാരണം പോയി കിട്ടി. വീട്ടിൽ എത്തിയാ മതിയായിരുന്നു. സന്തോഷായില്ലേ?
നിന്നെ പോലെ ഒരു പൊട്ടൻ അവന്റെ കൂടെ ഉള്ളത് എന്റെ ഭാഗ്യം.